ശ്രീ ആന്റോ ആന്റണി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും സഹപ്രവർത്തകരെ, വളരെ മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കണ്ണനുമായി ഉള്ള ബന്ധം തുടങ്ങുന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ വീട്ടിൽ വെച്ചാണ്. ഒരിക്കലും ഉമ്മൻചാണ്ടി സാറിന്റെ വീട്ടിലായിരുന്നപ്പോഴ് വർഷങ്ങളായി കണ്ണൻ അങ്ങോട്ട് കയറി വന്നു. ഉമ്മൻചാണ്ടി സാർ എന്നെ പരിചയപ്പെടുത്തിയത് MG കണ്ണൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. വളരെ ഊർജ്ജസ്വലനായ ഒരു വ്യക്തി. അന്ന് അവിടെ തൊട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞ ശേഷം കണ്ണൻ പിന്നീട് പല പ്രാവശ്യം വന്ന് കണ്ടു. അങ്ങനെ വലിയ പരിചയത്തിലായി. ഞാൻ എഴുതിയിട്ടുണ്ട്, കണ്ണന് അടൂര് സീറ്റ് അണ്ണനാണെന്ന് ഉമ്മൻചാണ്ടി സാർ പറയുമ്പോ ഞാൻ തൊട്ടടുത്തിരിപ്പുണ്ട്. അപ്പോ ഉമ്മൻചാണ്ടി സാറിന് എന്തുമാത്രം സ്നേഹം ഉണ്ടായിരുന്നു എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് കണ്ണൻ അദ്ദേഹത്തിന്റെ രണ്ട് കൈയും പിടിച്ച് കുറച്ചു നേരം നിന്ന് കണ്ണിൽ കൂടെ കണ്ണുനീര് വന്നു. ഒന്നും പറഞ്ഞില്ല. ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു, പോയി ജയിച്ചു വാ. അന്ന് തൊട്ട് കണ്ണൻ എന്റെ നാട്ടിലെ എല്ലാ പരിപാടികൾക്കും, കല്യാണമായാലും മരണമായാലും വാർഡ് കമ്മിറ്റിയിൽ ഒരു മീറ്റിംഗ് ആയാലും മണ്ഡലം കമ്മിറ്റിയിൽ ഒരു മീറ്റിംഗ് ആയാലും കണ്ണനുണ്ട്. അങ്ങനെ കണ്ണൻ, എല്ലാവർക്കും കണ്ണനുള്ളൊരു കഴിവ്, കണ്ണൻ ഞങ്ങളുടെ കണ്ണനായി. ഇവിടെ വെച്ച് കണ്ടാല്, ഇവിടെ വെച്ച് കണ്ടാലും കണ്ണൻ വന്ന് എല്ലാവർക്കും അറിയാം, ഒന്ന് കൈ തന്ന് വർത്താനം ചെയ്തിട്ടേ പോകത്തുള്ളൂ. അപ്പൊ കണ്ണന്റെ കഥ, കണ്ണൻ ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാർ പറഞ്ഞതനുസരിച്ചാണ് സംസാരിച്ചത്. അന്നേരമാണ് ഞാൻ കണ്ണൻ വന്ന വഴികളെ കുറിച്ച് മനസ്സിലാക്കിയത്. കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട്, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ കാര്യം, എല്ലാ കഷ്ടതകളിലും പ്രയാസങ്ങളിലും ഈ പാർട്ടിയോട് അടിയുറച്ച് നിന്ന്, ഈ പാർട്ടിയിലുള്ളവരെ മാത്രമല്ല നാട്ടിലുള്ളവരെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു മാതൃകയായി ജീവിക്കുന്ന, സത്യസന്ധമായി ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു കണ്ണൻ. അതുകൊണ്ട് തന്നെയാണ് കണ്ണന്റെ നിലച്ചിരിക്കാത്ത സമയത്ത് ഇങ്ങനെയൊരു കാര്യം വന്നത്. ഇവിടെ ഇരിക്കുന്ന സതീഷ് കൊച്ചുപറമ്പിലാണ് എന്നിട്ട് ആദ്യം വിളിച്ചു പറഞ്ഞത്, ആന്റോ ആന്റണി ഞങ്ങളിവിടെ ചിലപ്പോൾ ഉണ്ട്, ആന്റോ ആന്റണിയാണ് എല്ലാ കാര്യങ്ങളും, ഹോസ്പിറ്റൽ തൊട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തത്. കാരണം കണ്ണൻ ഞങ്ങളുടെയൊക്കെ ഒരു സഹോദരനായിരുന്നു, അനുജനായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ദുഃഖം ഉണ്ടായ ഒരു വേർപാടാണ്. കണ്ണന്റെ കുടുംബത്തോടും കണ്ണന്റെ കുടുംബത്തോടുള്ള ഈ നാട്ടിലെ എല്ലാവർക്കും കണ്ണന്റെ വേർപാടില് ഉള്ള ദുഃഖവും ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. അതോടൊപ്പം കണ്ണന്റെ കുടുംബത്തിന്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിനായിട്ട് ഇന്ന് പ്രിയപ്പെട്ട MPയും DCC പ്രസിഡന്റും ആദ്യ സംഭാവന ഇവിടെ വെച്ച് തന്നെ ചെയ്യുകയാണ്. അത് മാത്രമല്ല, എനിക്കറിയാം പാർട്ടി, പ്രിയപ്പെട്ട KPCCയുടെ മുൻ പ്രസിഡന്റ് K. സുധാകരൻ, പാർട്ടിയുടെ പ്രതിബദ്ധത കണ്ണന്റെ കുടുംബത്തോടും ഓടുള്ള പ്രതിബദ്ധത ഞങ്ങൾക്കുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഇന്ന് തന്നെ അതിന്റെ ഉദ്ഘാടനം DCCയുടെ ഞങ്ങൾ പോയി കണ്ണന്റെ വീട്ടിൽ ഇന്ന് തന്നെ
DCC പ്രസിഡന്റും ഞങ്ങളെല്ലാം കൂടെ പോയി. DCC പ്രസിഡന്റും MP-യും ഇവിടെ പോയി. അത് ഇന്ന് ആദ്യ DCC-യുടെ പേരിൽ കൊടുക്കുന്ന, എന്റെ പേരിൽ കൊടുക്കുന്ന, ഞാൻ പ്രധാനം ചെയ്ത ബോധിരാമിന്റെ പേരിൽ കൊടുക്കുന്ന ആദ്യത്തെ 1 ലക്ഷം രൂപയുടെ ചെക്ക് ഇന്ന് തന്നെ കൈമാറി ഞങ്ങളുടെ ഈ കണന് വേണ്ടിയുള്ള ഞങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ തുടക്കം ഇന്ന് തന്നെ ഇവിടെ തുടങ്ങും. അതിനുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതയും കൂടെ, പാർട്ടിയുടെ സഹപ്രവർത്തകരുടെ പ്രതിബദ്ധതയും കൂടെ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.